ഇവരെയല്ലേ മുമ്പൊരിക്കൽ ആ വീഥിയിൽ കണ്ടത്? അത് ഇവർ തന്നെ. കാറിന്റെ ചില്ലിൽ മുട്ടി ഭിക്ഷയ്ക്കായി കൈകൾ നീട്ടിയത് ഇവർ തന്നെയാ. അയാൾ ഓർത്തെടുത്തു. അപ്പോൾ ഒന്നും കൊടുക്കാൻ തോന്നിയില്ല. അതിനുള്ള മനസ്സും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഈ കടയിൽ അവർക്കെന്താ കാര്യം? സാർ, അവരുടെ കയ്യിൽ പണമൊന്നുമില്ല. എന്നെ കണ്ടതും കടക്കാരൻ അവരെ ചൂണ്ടി പറഞ്ഞു. കുഞ്ഞിന് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വന്നതാ. സാർ, ഇവർക്ക് കൊടുത്താൽ നാളെ വേറെയും ആളുകൾ വരും. എനിക്കും ജീവിക്കണ്ടേ? എന്നെ കണ്ടതും ആ ഭിക്ഷക്കാരി വല്ലതും വാങ്ങിത്തരണേ, കുഞ്ഞിന് വിശക്കുന്നു സാർ എന്ന് പറയാൻ തുടങ്ങി. വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന ശബ്ദമായിരുന്നു അവരുടേത്. എന്തു ചെയ്യണം? ഒരു നിമിഷം ആലോചിച്ചു. കടയിൽ നിന്ന് മേടിച്ച ഒരു ബിരിയാണിയുടെ പൊതി കൈവശമുണ്ട്. അയാൾ അപ്പോൾ തന്നെ അത് അവർക്ക് കൊടുത്തു. കടയിൽ നിന്ന് കുഞ്ഞിന് വേണ്ടത് കൊടുക്കാനും പറഞ്ഞു. മുമ്പ് ഭിക്ഷ കൊടുക്കാതെ വിട്ടപ്പോൾ ഒന്നും തോന്നിയിരുന്നില്ല. ഇന്നെന്തേ ഒരു മാറ്റം എനിക്ക് വന്നു? അയാൾ ആലോചിച്ചു. കഴിഞ്ഞ ദിവസം യാത്രക്കിടയിൽ വായിച്ച ബൈബിൾ വചനമാകാം കാരണം. ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും. ക്രൂശിലെ ക്രിസ്തുവിന്റെ ദാഹം സകലരുടെയും വിശപ്പും ദാഹവും വേദനയുമാണല്ലോ. ചിലപ്പോൾ അതുമാകാം കാരണം. അവർ പുഞ്ചിരിച്ച് സന്തോഷത്തോടെ കുഞ്ഞിനെ കൊണ്ട് മടങ്ങിപ്പോയി. ക്രിസ്തു ചിലപ്പോൾ വാതിലിൽ മുട്ടുന്നത് തേജസ്സിൽ മാത്രമാകണമെന്നില്ല. വിശപ്പിൽ, ദീനത്തിൽ, അന്യരിൽ ഒക്കെ ക്രിസ്തു ഉണ്ടാകാം. അവൻ രാജവേഷത്തിൽ വരണമെന്നുമില്ല. ഇന്ന് ദരിദ്രവേഷത്തിലും വരാം. നാം വാതിൽ തുറക്കുമോ? അമിത ഭക്ഷണം ഒഴിവാക്കുന്നത് തന്നെ ദരിദ്ര ലോകത്തോടുള്ള ഒരു ആദരവായിരിക്കും. നമ്മുടെ നോമ്പുകൾ പ്രത്യേകതകൾ ഉള്ളതാവട്ടെ.